ഞാൻ കൊല്ലത്തെത്തിയതല്ല, അമ്മയും അച്ഛനും മാംഗ്ലൂർ വന്നെയാണ്. രാവിലെ 7 മണിക്കൊക്കെ എണീറ്റ് വന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കണമെങ്കിൽ എന്റെ സ്നേഹം ഒന്ന് ആലോചിച്ച് നോക്ക് ഗൈസ്. സംഭവം എന്താന്ന് വെച്ചാല് യെസ് ദാറ്റ്സ് ദ എൻഡ് ഓഫ് ഫസ്റ്റ് ഇയർ. സോ ഹോസ്റ്റൽ വെക്കിയിട്ടാണ്, അതിന് പേരൻസ് പറയണം. അങ്ങനെ രാവിലെ എത്തി ഇവരെ കൊണ്ട് റൂമിലാക്കിയിട്ട് ഞാൻ തിരിച്ച് ഹോസ്റ്റലിൽ പോയി സാധനങ്ങളൊക്കെ എടുക്കണ്ടേ, പിന്നെ ലെറ്റർ എഴുതണം. സംഭവം ഇത്തിരി മെനക്കെട്ട പരിപാടിയായിരുന്നു. ലെറ്റർ എഴുതണം, അത് കോളേജിൽ കൊണ്ടുപോകണം, പിന്നെ അത് വാർഡന്റെ കൊണ്ട് കൊടുക്കണം, കോപ്പി എടുത്തിട്ട് അത് ഒന്നുകൂടെ കോളേജിൽ കൊണ്ട് കൊടുക്കണം. ഫുൾ ഓട്ടമായിരുന്നു. പിന്നെ ഡാഡി മമ്മി ഉണ്ടായതുകൊണ്ട് ഓട്ടോ അല്ലായിരുന്നു, ഓട്ടോയിലായിരുന്നു. അങ്ങനെ ഉച്ചയായപ്പോഴത്തേക്ക് കോളേജിലെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കാണ് എന്റെ അച്ഛന്റെ കുറെ ലീലാവിലാസങ്ങൾ. പുള്ളിക്കാരൻ എന്നെ പോലെ തന്നെ വെരി ഫണ്ണി, വെരി ചിൽ. പിന്നെ എന്തെങ്കിലും കഴിക്കണ്ടേ, ഇവരൊക്കെ ഉള്ളപ്പോഴല്ലേ ഉള്ളൂ ബില്ല് നോക്കാതെ ഫുഡ് കഴിക്കാൻ പറ്റുന്നത്. എന്ത് വേണമെങ്കിലും പറയാം, എന്ത് വേണമെങ്കിലും പറയാം. നമ്മളൊറ്റയ്ക്കൊക്കെ പോകുമ്പോഴത്തേക്ക് അതെത്ര ഇതെത്ര അതെന്തത്, ഇത് കൊള്ളാം, ലൈഫ് കൊള്ളാം. അങ്ങനെ തീർന്നിരിക്കുന്നു ഗൈസ്, വെക്കേറ്റഡ്. ആ ഒരു വർഷം എങ്ങനെയൊക്കെയോ കഴിഞ്ഞു. സന്തോഷം ഉണ്ടോ എന്ന് ചോദിച്ചാല് കുഴപ്പമില്ല, സങ്കടം ഉണ്ടോ എന്ന് ചോദിച്ചാലും സങ്കടം വലുതായിട്ടില്ല. പക്ഷെ ലൈക്ക് നോർമൽ ലൈഫ്, നോർമൽ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും സാധനങ്ങളെല്ലാം തീർന്നു ഇനി മനുഷ്യരെ ഉള്ളെന്ന്. പക്ഷെ തെറ്റി, നമുക്ക് ഇനിയും സാധനങ്ങളുണ്ട്, കുറെ സാധനങ്ങളുണ്ട്. അവിടെയുള്ള എല്ലാവരും നമ്മളെ തന്നെ നോക്കുന്നുണ്ട്. ഇവരെന്താ ജീവിതകാലത്തിലേക്കുള്ള എല്ലാം എടുത്തോണ്ട് പോകുന്നുണ്ടോ എന്നൊരു ചിന്തയിലേക്കായിരുന്നു. അവസാനം നമ്മളെല്ലാം കഴിഞ്ഞു വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അച്ഛനും അമ്മയും വേറെയും ഞാൻ വേറെയും ആയിരുന്നു. ഇവരെന്നെ ബുക്ക് ചെയ്യാൻ മറന്നുപോയി.